ഒരിക്കൽ കാട്ടിൽ തേൻ നിറഞ്ഞ ഒരു കൂട് കണ്ടെത്തപ്പെട്ടു. അത് തങ്ങളുടേതാണെന്ന് കടന്നലുകളും അല്ല തങ്ങളുടേതാണെന്ന് തേനീച്ചകളും പറഞ്ഞു. തേനീച്ചകളും കടന്നലുകളും തമ്മിലുള്ള തർക്കമുറുകി വലിയ കലഹമായി. ഒടുവിൽ വിഷയം ന്യായാധിപന്റെ മുൻപിലെത്തി. മഞ്ഞയും കറുപ്പും നിറമുള്ള ചിറകുള്ള ഏതോ ജീവികളെ തേൻകൂടിനടുത്തായി കണ്ടിരുന്നതായി അയൽവാസികൾ പറഞ്ഞു. എന്നാൽ ഈ വിവരണം തേനീച്ചകൾക്കും കടന്നലുകൾക്കും ഒരുപോലെ ബാധകമായിരുന്നു. കാരണം രണ്ടു കൂട്ടർക്കും മഞ്ഞയും കറുപ്പും നിറവും ചിറകുകളും ഉണ്ടായിരുന്നു. അതുവരെ കിട്ടിയ തെളിവുകളൊന്നും കൊണ്ട് ആരുടേതാണ് തേൻകൂടെന്ന് തീരുമാനിക്കുവാൻ ന്യായാധിപന് കഴിഞ്ഞില്ല. ഒടുവിൽ തേൻകൂടിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ ന്യായാധിപൻ ബുദ്ധിപരമായ ഒരു വഴി പ്രയോഗിച്ചു. ന്യായാധിപൻ തേനീച്ചകളോടും കടന്നലുകളോടും പറഞ്ഞു, നിങ്ങൾ രണ്ടു കൂട്ടരും ഓരോ പുതിയ കൂടുകൾ നിർമ്മിച്ച് അതിൽ തേൻ നിറയ്ക്കുക. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ തേൻകൂട് ആരുടേതാണെന്ന് നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. ന്യായാധിപൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് തേനീച്ചകൾ സമ്മതിച്ചു. പക്ഷെ കടന്നലുകളാകട്ടെ അത് പറ്റില്ലെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുവാൻ തുടങ്ങി. തേൻകൂട് യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് ബുദ്ധിമാനായ ന്യായാധിപന് അതോടെ മനസ്സിലായി. തങ്ങൾക്ക് ഒരിക്കലും ഒരു തേൻകൂടുണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് കടന്നലുകൾ ബഹളം വയ്ക്കുന്നത്. തേനും തേൻകൂടും തേനീച്ചകളുടേതാണെന്ന് ന്യായാധിപൻ വിധിയെഴുതി.